സഹൃദയരായ സഹോദരങ്ങളെ, അടുത്തൊരു ബെല്ലോടുകൂടി സൂചിക്കുഴയിലെ ഒട്ടകങ്ങൾ എന്ന ഈ സ്കിറ്റ് ആരംഭിക്കും. ഈ സ്കിറ്റിനെ കുറിച്ച് രണ്ടു വാക്ക്. ഇതിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും തികച്ചും ഭാവനാസൃഷ്ടികളാണ്. ഇതിലെ കഥാപാത്രങ്ങളോ സംഭവങ്ങൾക്കോ നമുക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും വ്യക്തികളുമായോ സംഘടനകളുമായോ സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഓർക്കുക, കലാസൃഷ്ടികൾ പലപ്പോഴും നമ്മൾ അധിവസിക്കുന്ന സമൂഹത്തിന്റെയും ചുറ്റുപാടുകളുടെയും പരിച്ഛേദകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിഴലാട്ടങ്ങളെ ഒരു സഹൃദയ മനസ്സോടെ വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആത്മീയ ലോകം ഇന്ന് കപടവിശ്വാസികളുടെ അതിപ്രസരത്താൽ മലിനമായിരിക്കുന്നു. അത്തരം മൂല്യച്യുതികളെ തുറന്നു കാണിക്കാൻ ഒരു എളിയ ശ്രമം മാത്രമാണ് ഞങ്ങൾ നടത്തുന്നത്. സ്കിറ്റ് ആരംഭിക്കുന്നു. സൂചിക്കുഴയിലെ ഒട്ടകങ്ങൾ. ഓക്കെ, ശരി ശരി, തരാം. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുന്ന വചനം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു സൗമ്യത ഇല്ലാത്തവർ വെറുതെ കാശ് കൊണ്ടുപോകുകയാ. എന്ത് ചെയ്യാൻ, നമ്മൾ പെന്തിക്കോസുകാരായി പോയില്ലേ. ആർക്ക് വേണേലും നമ്മുടെ മേക്കിട്ട് കയറാമല്ലോ. അച്ഛാ, സ്തോത്രം. സ്തോത്രമൊക്കെ കൊള്ളാം. സ്തോത്രം സൂത്രമാകരുത്. അച്ഛൻ എന്തിനാ രാവിലെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എടാ കുഞ്ഞെ, ഇങ്ങനെ ഓരോരുത്തർ രാവിലെ വിളിച്ച് ഓരോന്ന് പറഞ്ഞാ പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? അച്ഛാ, ആരാ വിളിച്ചേ? എന്തോ പറ്റി? യൂണിയൻകാരാ വിളിച്ചേ. തുടക്കത്തിൽ ബൈബിൾ വാക്യം പറയുന്നത് കേട്ടപ്പോഴേ തോന്നി എന്തോ കുഴപ്പമുണ്ട്. അത് പിന്നെ ജോർജെ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജീവിതമായി എന്റേത്. എന്തിനാ അവര് വിളിച്ചേ? അവർക്ക് നോക്കുകൂലി വേണമത്രേ. നോക്കുകൂലിയോ? വെറുതെ ഒരു പണിയും ചെയ്യാതെ നോക്കി നിന്നിട്ട് കൂലി വേണമെന്ന് പറഞ്ഞ. അച്ഛാ, നോക്കുകൂലിക്കാർ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ സഭയ്ക്കകത്തുണ്ടല്ലോ നോക്കുകൂലിക്കാർ. സഭയ്ക്കകത്തോ? പിന്നല്ലാതെ. നമ്മൾ കണ്ടിട്ടില്ലേ, ചർച്ചിനകത്ത് ഭയങ്കര ആരാധനയും പ്രസംഗവും ഒക്കെ നടക്കുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പിന്നിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കൂട്ടർ. അവരാണ് ആത്മീയ ലോകത്തെ വിശുദ്ധ നോക്കുകൂലിക്കാർ. അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ മോനെ ജോർജെ. പോട്ടച്ച, ഒരു നല്ല ദിവസം ആയിക്കൊണ്ട്. എന്ത് നല്ല ദിവസം? ഹാപ്പി ബർത്ത്ഡേ ടു യു എൽദോ ചായ. നിർത്തി ജോർജെ, ആരുടെ ബർത്ത്ഡേ കുറിച്ചാ നീ പറയുന്നേ? അച്ചായന്റെ ബർത്ത്ഡേ തന്നെ. ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടല്ലോ. അതോ? അതെന്റെ ശരിക്കുള്ള ബർത്ത്ഡേ ഒന്നും അല്ല. പിന്നെ? അതൊക്കെ ഒരു ജാട കിട്ടതല്ലേ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡും അങ്ങനെ ആണല്ലോ. അത് പിന്നെ ഇപ്പൊ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം ഫേസ്ബുക്കിലാണല്ലോ, വിശ്വാസികൾ ഉൾപ്പെടെ. അത് പോട്ടെ, എന്നാണ് അച്ചായന്റെ ശരിക്കുള്ള ബർത്ത്ഡേ? ആർക്കറിയാം. ഇപ്പോഴുള്ളത് എന്നെ സ്കൂളിൽ ചേർത്തപ്പോ അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഇട്ടതാ. അത് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തു. അത് കണ്ട് ചില മണ്ടന്മാർ വിഷ് ചെയ്യുന്നു, നീ ഉൾപ്പെടെ. ഒരുപാട് ലൈക്കുകളും ഉണ്ട്. എങ്ങനെ കാണാതിരിക്കും? ആ കാണുന്ന പ്രൊഫൈൽ ഫോട്ടോ എന്റെ 20ാമത്തെ വയസ്സിലെയാ. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് പറ്റിയ പണിയാണോ അച്ഛാ? ഇതൊക്കെ അല്ലയോടെ ഒരു സന്തോഷവും കൂട്ടായി. അതൊക്കെ പോട്ടെ, അച്ഛൻ എവിടെയായിരുന്നു? മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. നമ്മുടെ ആ റിയൽ എസ്റ്റേറ്റ് ടീം അച്ഛനെ കാണാൻ ഇവിടെ വന്നിരുന്നു. ആ മറൈൻ ഡ്രൈവിലെ സ്ഥലത്തിന്റെ കാര്യം അത്യാവശ്യമായിട്ട് അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട എന്റെ ജോർജെ. ഇന്നത്തെ ദിവസം വളരെ തിരക്കുള്ള ദിവസമായിരുന്നു എനിക്ക്. ആദ്യം മർച്ചന്റ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗ്, അത് കഴിഞ്ഞ് ചർച്ചിന്റെ വകയായിട്ട് 20 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ. ആദ്യം കഴിഞ്ഞാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അച്ചായനെ സമ്മതിക്കണം, ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും ഒരൊറ്റ പ്രാർത്ഥന കൂട്ടായ്മ പോലും മുടക്കാറില്ല. എടാ മോനെ, അതാണ് എൽദോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കുമെന്നല്ലേ? ഇതൊക്കെയും എന്നുദ്ദേശിക്കുന്നത് സകല ആത്മീക അനുഗ്രഹങ്ങളും എന്നല്ലേ അച്ഛാ? മോനെ ജോർജെ, നീ നോക്കിക്കോ, കർത്താവ് വരുമ്പോൾ ആദ്യം എടുക്കപ്പെടുന്നത് ഞാനായിരിക്കും. കർത്താവ് കള്ളനെ പോലെ വരും എന്നാണ്, അല്ലാതെ കള്ളന്മാരെ കൊണ്ടുപോകാൻ വരുമെന്നല്ല. എന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട് ഇടണമേ. നിന്റെ
പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. അച്ചായോ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തിയിടണമെന്നല്ലേ, അല്ലാതെ എന്റെ ഹിതം പോലെ എന്നെ നടത്തിയിടണമെന്നാണോ പാട്ട്? അതൊക്കെ പണ്ടാണ് മോനെ ജോർജെ. ഇപ്പോൾ ന്യൂ ജനറേഷൻ സ്റ്റൈലാണ്. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനോട് അപേക്ഷിക്കുക. എന്ന് വെച്ചാൽ? ഉദാഹരണമായി നിനക്കൊരു കാറ് വേണമെന്നിരിക്കട്ടെ. ഇരുന്നു. ഇരുന്നെന്നോ? ആരിരുന്നു? ഓ, അച്ചായനല്ലേ പറഞ്ഞത് കാറ് വേണമെന്ന് ഇരിക്കട്ടെ എന്ന്. ഓ ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ഏത് കാറാ നിനക്ക് വേണ്ടത്? മാരുതി 800. മാരുതി 800ഓ? കഷ്ടം. ഇവൻ ഏത് പഞ്ചായത്തുകാരനാണ്? അപ്പോൾ നീ ന്യൂ ജനറേഷൻ പ്രസംഗങ്ങളൊന്നും കേൾക്കാറില്ലേ? ഇല്ല. എടാ മോനെ, കാറ് വേണമെന്ന് വെറുതെ ചിന്തിച്ചാ പോരാ. ചിന്തിക്കുമ്പം കുറഞ്ഞത് മെർസിഡസ് ബെൻസ് തന്നെ ചിന്തിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ ഒരു എസ് ക്ലാസ് തന്നെ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പക്ഷെ അച്ചായോ, പഴയകാല വിശുദ്ധന്മാർ കാറ് പോയിട്ട് ഒരു കാളവണ്ടി പോലും ഉപയോഗിച്ചായി കാണുന്നില്ല. കാണത്തില്ല. എങ്ങനെ കാണും? എടാ, അന്ന് കാറ് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കാർ ഉപയോഗിക്കും? പക്ഷേ അവർ ഉള്ള സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തെയും വിട്ട് സുവിശേഷ വേല ചെയ്തു എന്നല്ലേ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്? ഓ, ഇവന്റെ ഒരു കാര്യം. അത് പിന്നെ പൗലോസ് റോമയിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകുമ്പോ പിന്നെ എന്നാ ചെയ്യാനൊക്കും? ഇന്നൊക്കെ ഗൾഫിൽ നിന്ന് ഓടി വരുന്നത് പോലെ വരാൻ പറ്റുമോ? ഇന്നത്തെ പോലെ വിമാനമൊന്നും അന്നില്ലല്ലോ. അതില്ല. അപ്പൊ പിന്നെ ഉള്ള സമ്പത്ത് കിട്ടുന്ന കാശിന് വിറ്റിട്ട് അതും കൊണ്ട് പോകുന്നതല്ലേ ബുദ്ധി. അതാണ് അവരൊക്കെ വിറ്റും പെറുക്കിയും പോയി എന്ന് പറയുന്നത്. കഷ്ടം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നു, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, 500 കോടി മാത്രമാകുന്നു. എടാ ജോർജെ, നിനക്കിവിടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്ത് പണിയാ എൽഡോ കാണിച്ചേ? കഴിഞ്ഞ ദിവസം തന്ന അരിക്കാത്ത മുഴുവൻ കുഞ്ഞു കുഞ്ഞു പുഴുക്കളാണല്ലോ. കുഞ്ഞു കുഞ്ഞു പുഴുക്കളോ? അതിപ്പം പുഴുവിന്റെ വലിപ്പം കുറഞ്ഞു പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ? 2 ദിവസം വെയിറ്റ് ചെയ്യ്, പുഴു വളരും. നിങ്ങൾ എന്നെ ആളെ കളിയാക്കുക? ഈ അരിക്കാത്ത മുഴുവൻ കല്ലാന്നേ. ദാ, ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ ഒക്കത്തില്ല. നാട്ടിൽ ഗവൺമെന്റ് പാറ പൊട്ടിക്കൽ നിരോധിച്ചിരിക്കുക. കല്ലിനൊക്കെ എന്നാ വിലയാ. അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് കല്ല് ഫ്രീ ആയിട്ട് തന്നേ. അതിനെനിക്ക് പൈസ ഒന്നും തരണ്ട. ഞാനിപ്പോ എന്ത് ചെയ്യണം അത് പറ. അന്വേഷിപ്പീൻ, കണ്ടെത്തും. നന്നായിട്ട് അന്വേഷിച്ച് കല്ലുകൾ പെറുക്കി കളയുക, അത്ര തന്നെ. വിശ്വാസിയാന്ന് പോലും വിശ്വാസി. മീശയും പഠിച്ചിരിക്കുക, ഹൃദയമില്ലാത്തവൻ. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഹൃദയം കർത്താവിന് കൊടുത്തു പോയില്ലേ? ഓ, അതായിരിക്കും ഈ ഹൃദയമില്ലാത്ത പണി കാണിക്കുന്നത്. 2 തരം തൂക്കവും 2 തരം അളവും, രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. നീ വല്ലോം പറഞ്ഞായിരുന്നോ ജോർജെ? ജോർജെ, പരിചയമില്ലാത്ത ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ പുതിയതാ. ഇവിടെ ഒരു വീട് അന്വേഷിച്ച് വന്നതാ. ഏത് വീടാ? നട്ടും വീട്ടിൽ കറിയാച്ചൻ. അറിയുമോ? അറിയുമോന്നോ? ഈ നിൽക്കുന്ന എൽദോ ചായനും കറിയാച്ചനും ഒരേ സഭക്കാരല്ലേ? സന്തോഷമായി. കറിയാച്ചനെ അറിയാവുന്ന ഒരാളെ കണ്ടല്ലോ. അന്വേഷിപ്പീൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടുമെന്നല്ലേ? ആവശ്യമില്ലാത്തടത്ത് എന്ന് മുട്ടിയാൽ ചിലപ്പോ തല്ലും കിട്ടും. അത് പോകട്ടെ. എന്നാ കാര്യം? ആരോടും പറയരുത്. ഒരു കല്യാണാലോചനയാ. ഏയ്, ഞാൻ ആരോടും പറയത്തില്ല. ആർക്ക് വേണ്ടിയാ? എന്റെ മകൾക്ക് വേണ്ടിയാ. കറിയാച്ചന്റെ 2ാമത്തെ മകനില്ലേ, ബിനു, MBA ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു പയ്യൻ, അവന് വേണ്ടിയാ. ബിനുവോ? കൊള്ളാം. എന്താ ബ്രദർ, ഒരു വല്ലായ്മ പോലെ. പയ്യൻ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ? കുറവൊന്നുമില്ല. കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 2 L. മനസ്സിലായില്ല. വഴക്കാളിയാ. എന്ന് വെച്ചാൽ വഴക്കാളി എന്ന് പറഞ്ഞ വഴക്കാളി. അതിൽ കൂടുതൽ ഞാൻ എന്നാ പറയാനാ ജോർജെ? അയ്യോ,
ദൈവമായിട്ട് എന്നെ ഏതായാലും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഓ, അതൊന്നും സാരമില്ല. നിങ്ങളെ കണ്ടപ്പോ എനിക്ക് സ്വന്തം സഹോദരനെ പോലെ തോന്നി, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വളരെ നന്ദി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അതെ, പിന്നെ കറിയയുടെ വീട്ടിലേക്കുള്ള വഴി ഇതിലെയാ കേട്ടോ. കറിയായോ? ഏത് കറിയാ? ഞാനാകെ വറിയായി. നിങ്ങളുടെ പേര് എൽദോ എന്നല്ലേ? കട്ടപ്പുറത്ത് എൽദോ. എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് അറിയാം. എന്നാടാ ജോർജെ അയാൾ എന്റെ പേര് ചോദിക്കാൻ കാര്യം? ഇതെന്തു പണിയാ കാണിച്ച എൽദോ ചായ? എന്റെ അറിവിൽ ബിനു ഒരു നല്ല പയ്യനാ. നല്ല പയ്യനാ അല്ലെന്ന് ആര് പറഞ്ഞു? പിന്നെ അച്ഛൻ എന്തിനാണ് ആ വന്ന മനുഷ്യനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എടാ ജോർജെ, കറിയ നമ്മുടെ ഒരു സഹോദരനാണെങ്കിലും അയാൾ ആർക്കും ഒരു ഉപകാരിയല്ലടാ. അപ്പോൾ പിന്നെ ഇതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. ഇതൊന്നും ഒരു വിശ്വാസിക്ക് പറ്റിയ പണിയല്ല കേട്ടോ. വക്കറിനോട് ഞാൻ വക്കരനായിരിക്കും. വചനത്തെ ഇങ്ങനെ കോട്ടിക്കളയരുത് അച്ഛായ. ഇതൊക്കെയല്ലേ ജോർജെ ഒരു സന്തോഷവും കൂട്ടായ്മയും. ഹലോ അച്ചായ, സ്തോത്രം. വറീതാ. അതെന്റെ ഫോണിൽ എഴുതി കാണിച്ചു വറീതാണെന്ന്. അച്ചായ, കച്ചവടമൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ ഇല്ലേ? ദൈവകൃപയാൽ. അച്ചായ, നിങ്ങളെപ്പോലെ വലിയ വലിയ ബിസിനസ്സുകാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഓ, അതൊന്നും സാരമില്ല. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്നല്ലേ കർത്താവ് പറഞ്ഞത്? നല്ല തമാശ അച്ചായോ. പിന്നെ നമ്മുടെ തടത്തേല് കോരുത് ഇന്നലെ മരിച്ചു. മരിച്ചോട്ടെ, അടക്കത്തിന് ഞാൻ വരാം. അത് പിന്നെ അച്ചായ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അടക്കത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു സുവനീർ ഇറക്കുന്നുണ്ട്. എന്റെ കർത്താവേ, സുവനീറോ? അതും ശവമടക്കിനോ? പിന്നെ അല്ലാതെ. ഇപ്പൊ അതൊരു ട്രെൻഡാ. പൊട്ടിനിടയിൽ തേങ്ങാപ്പീര പോലെ. ചത്താലും ജീവിച്ചാലും സുവനീർ. എന്തെങ്കിലും ആകട്ടെ. ഞാനിപ്പോ എന്നാ ചെയ്യണമെന്നാ വറീത് പറഞ്ഞു വരുന്നത്? അച്ചായ, നല്ല ആള് കൂടുന്ന പ്രോഗ്രാമാണ്. ഒരു 10,000-2,000 പേരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അച്ചായന്റെ സ്ഥാപനത്തിന് ഒരു പരസ്യം തന്നു സഹായിക്കണം. ശവമടക്കിനും പരസ്യം? ഓക്കെ ഓക്കെ, ഞങ്ങളുടെ പലചരക്ക് കടയുടെയും റബ്ബർ വ്യാപാരത്തിന്റെ ഒരു പരസ്യം കൊടുക്ക. അച്ചായ, അങ്ങനെ പറയരുത്. നമുക്ക് ആ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഒരു പരസ്യം കൂടി കിട്ടിയാൽ നന്നായിരുന്നു. ഓ, ഈ ശവത്തിന് ഈ പരസ്യം മതി. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം, ഞാൻ പരസ്യമൊക്കെ തന്നതല്ലേ, എനിക്ക് 10 മിനിറ്റ് പ്രബോധനത്തിന് അവസരം തരണം. അത് പിന്നെ 10-25 പാസ്റ്റേഴ്സ് ഓൾറെഡി പ്രസംഗിക്കാനുണ്ട്. അപ്പൊ പിന്നെ സമയക്കുറവിന്റെ ഒരു പ്രശ്നം. എന്നാ ആ പരസ്യം അങ്ങ് ക്യാൻസൽ ചെയ്തേര്. ഏയ്, അത് കുഴപ്പമില്ല. അച്ചായൻ 10 മിനിറ്റ് എടുത്ത് പ്രസംഗിച്ചോ. എന്നാ നാളെ കടയിലോട്ട് പോരെ, ഞാൻ ഇവിടെ കാണും. എന്നാ ശരി. ഓക്കെ ഓക്കെ. എന്നാ അച്ചായനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്നെ കുറിച്ചു? എവിടെ? അങ്ങാടിയിൽ വമ്മനവും പള്ളിയിൽ റബ്ബി റബ്ബി എന്ന വിളിയും. നിന്റെ കാര്യത്തിൽ ഞാൻ താമസിക്കാതെ ഒരു തീരുമാനമെടുക്കും. ഇതെന്ത് പണിയാ എൽദോ ബ്രദറെ ഈ കാണിച്ചത്? എന്തു പറ്റി? ഇന്നലെ കൊണ്ടുപോയ പയറിനകത്ത് മുഴുവൻ ചെള്ളായിരുന്നു. കടം വാങ്ങിക്കൊണ്ട് പോയതല്ലേ, അത് ഇതുവരെ തന്നില്ലല്ലോ. അതുകൊണ്ട് 10 പാതകളിൽ ഒന്നിനെ ഞാൻ നേരത്തെ അയച്ചതാ. തമാശ പറയാതെ എൽദോ ബ്രദറെ, നമ്മൾ സഹോദരങ്ങളല്ലേ? സഹോദരങ്ങളൊക്കെ ഞായറാഴ്ച 10 മണി മുതൽ 1 മണി വരെ ഇവിടെ 100% ബിസിനസ്സാണ്. പണം കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ? ഉണ്ടേ തരുവോ? ഇതാ കുഴപ്പം, ഉണ്ടേലും തരത്തില്ല. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടേ തരൂന്നാ. പോട്ടച്ചായ, കുറച്ചുകൂടി ക്ഷമിക്കേ. ഒന്നുമല്ലെങ്കിൽ മേരി സിസ്റ്റർ ഒരു വിധവയല്ലേ, കിട്ടുമ്പോ തരും. എന്റെ ദാരിദ്ര്യം തീരണമെങ്കിൽ ഇനി എന്റെ ബിനുമോൻ അങ്ങ് കുവൈറ്റിന് പോണം. ഉടനെ പോകും. അന്ന് ഞാൻ എൽദോയുടെ കടം മുഴുവനും വീട്ടും. അന്ന് കേരളത്തിലെ പെന്തിക്കോസ് സഭകളെല്ലാം ഒരുമിച്ച് ഒരു ഐക്യ കൺവെൻഷൻ നടത്തും. അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട. അതൊക്കെ പോട്ടെ, ആരാണ് ബിനുവിനെ കുവൈറ്റിൽ കൊണ്ടുപോകുന്നത്? അതെന്റെ മല്ലപ്പള്ളിയിലുള്ള ആങ്ങളാ. ഓഹോ. അതെ, പിന്നെ ആങ്ങള പറഞ്ഞു 10 പൈസ കൊടുക്കണ്ടെന്ന്. പ്ലെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം ആങ്ങള തന്നെ എടുത്തോളാന്നാ. നല്ലവനാ. മേരി സിസ്റ്ററെ, ആങ്ങളെ എത്ര നാളായി കുവൈറ്റിലായിട്ട്? ആങ്ങളെ ഇതുവരെ കുവൈറ്റിൽ പോയിട്ടില്ല, ഇനി പോണം. അത് ശരി.
പിന്നെ ആങ്ങളെ ഇപ്പൊ എന്നാ ചെയ്യുക? ഞാൻ ഇന്നാൾ അവനോട് ചോദിച്ചപ്പോ അവൻ പറയാ അവന് ന്യൂസ് നടത്തുവാണെന്ന്. ന്യൂസോ? ചിലപ്പോ വല്ല TV ചാനൽ വല്ലതും ആയിരിക്കും. എന്റെ അച്ചായ, ന്യൂസ് സർവീസ് എന്ന് പറഞ്ഞാൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, തെക്ക് വടക്ക് നടത്തം. പണിയൊന്നുമില്ലെന്നർത്ഥം. അത് ശരി. അപ്പോൾ ആദ്യം ആങ്ങളെ കുവൈറ്റിൽ പോകണം. അത് തന്നെ. പിന്നെ മൂത്ത മകൻ ബിനുവിനെ കൊണ്ടുപോകും. പിന്നെ രണ്ടാമത്തെ മകൻ സിജുവിനെയും കൊണ്ടുപോകാമെന്നാ പറഞ്ഞേക്കുന്നേ. 10 പൈസ കൊടുക്കണ്ട, ചെലവ് മുഴുവൻ ആങ്ങളെ വഹിക്കും. നല്ലവനാ. ജോർജേ, ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഐക്യ കൺവെൻഷൻ നടത്തേണ്ട വരും. സിസ്റ്റർ ഒരുങ്ങിയൊക്കെയാണല്ലോ. എങ്ങോട്ടാ? സെൽഫ് പ്രയർ മീറ്റിംഗിന് പോവാ. സിസ്റ്റർ സാലിയുടെ വീട്ടിലാ. സാലിയുടെ വീട്ടിലോ? ചെല്ല് ചെല്ല്. അതെന്നാ എൽദോ ബ്രദറെ ഒരു വല്ലാത്ത പറച്ചില്? എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് വേണം ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് പാസ്റ്ററിന്റെ സാക്ഷ്യം വിലക്കാൻ. അതൊന്നും സാരമില്ലെന്നേ. എന്നോടല്ലേ, ഞാൻ ആരോടും പറയത്തില്ലെന്ന്. അതെ, സിസ്റ്റർ മേരി അല്ലേ സെൽഫ് പ്രയർ മീറ്റിംഗിന്റെ കോർഡിനേറ്റർ? അതെ, ഞാനാ. എന്നാലേ നിങ്ങൾ സെൽഫ് പ്രയറിന്റെ കാര്യങ്ങളൊന്നും നേരായ രീതിയിലല്ല ചെയ്യുന്നതെന്ന് സിസ്റ്റർ സാലി എന്റെ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. അതെയോ? അവൾ അങ്ങനെ പറഞ്ഞോ? എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞൊന്നും ആരോടും പറയല്ലേ. അതെ, സാലി സിസ്റ്റർ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയൊന്നും മിണ്ടാതിരുന്നേ ജോർജെ. മേരിയും കൂട്ടരും ഇത്ര നന്നായി ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ശരിയാണോ? എന്തായാലും പ്രാർത്ഥന മുടക്കണ്ട. മേരി സിസ്റ്റർ ചെല്ല്. ഓ, ഇന്നെന്തായാലും പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല. സാലിയുടെ മുഖത്ത് നോക്കിയിരുന്ന് ഇനി എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? ഛേ, അടുത്ത ആഴ്ച തിരുവേശയുള്ളതാ. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഓ, ഇതൊക്കെ അല്ലോടെ ഒരു സന്തോഷവും കൂട്ടായ്മ. സന്തോഷവും കൂട്ടായ്മയും പള്ളിക്കാര്യമാണ്. പാസ്റ്ററുടെ ചെവിയിലെങ്ങാനും എത്തിയാൽ നാണക്കേടാവും. പിന്നെ പാസ്റ്ററിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. അതെ, പറഞ്ഞു തീർന്നില്ല. 100 ആയസ. പാസ്റ്റർ വരുന്നുണ്ട്. അതെ അതെ, പാസ്റ്റർ ആണല്ലോടാ ജോർജെ. ബ്രദർ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? വെറുതെ എൽദോ എന്ന് കാണണമെന്ന് തോന്നി വന്നു, അത്രമാത്രം. ആയിക്കോട്ടെ, വളരെ സന്തോഷം. ബ്രദറെ, എന്താ സുഖം തന്നെ അല്ലേ? അതെ പാസ്റ്ററെ, ദൈവകൃപയാൽ സന്തോഷമായി പോകുന്നു. ബ്രദറെ, ഇതെന്ത് പുസ്തകമാ? അതാണ് ഓർമ്മയുടെ പുസ്തകം. ഓർമ്മയുടെ പുസ്തകമോ? അതെ, പറ്റുകാരുടെ ബുക്കാ. നമുക്ക് കാശ് തരാനുള്ളവരുടെ പേരുകൾ ഓർത്തിരിക്കാൻ എഴുതി വെച്ചിരിക്കുന്നതാ ഓർമ്മയുടെ പുസ്തകം. അത് ശരി. അപ്പം ഇതോ? അത് ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകമോ? അതെ പാസ്റ്ററെ, ഇത് ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ളവരുടെ പേര് വിവരങ്ങളാണ്. ഇത് കാണുമ്പം എന്റെ സകല ജീവനും പോകും. ഇത് കാണാതിരുന്നാൽ എനിക്ക് നല്ല ജീവനാ. അതാണ് ഇതിന് ജീവന്റെ പുസ്തകമെന്ന് പേരിട്ടിരിക്കുന്നത്. ബ്രദറിനെ കൊള്ളാമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഒരു വേദപുസ്തകമയമാണ്. അതെ പാസ്റ്ററെ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ജീവിതമായി എന്റേത്. നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? നീ ഇതും പറയും, ഇതിന്റെ അപ്പുറവും പറയും. ഞാൻ എന്തോ പറഞ്ഞാ മേരി നീ പറയുന്നേ? ഞാൻ പ്രേയർ സെല്ലിന്റെ പണം എടുത്ത് ദുരുപയോഗം ചെയ്തെന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മേരി സിസ്റ്ററെ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടല്ലോ. ഓ, നീ ഒന്നും പറയണ്ട. നീ പ്രവർത്തിക്കുന്നവളല്ലേ. കോഴിക്കറിയാണെന്നും പറഞ്ഞ് കിഴങ്ങുകറിക്കകത്ത് ചിക്കൻ പീസ് വിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നവർക്കെല്ലാം കൊടുത്തേക്കുന്നു. ഞാൻ അതേലും കൊടുത്തല്ലോ. നീയോ? ഉപ്പ് കൊണ്ട് വായ വെക്കാൻ കൊള്ളാത്ത ഒരു ബിരിയാണി. അവസാനം അതിനകത്ത് കുറെ പച്ചച്ചോറും വാരിയിട്ട് ഞങ്ങൾ അത് കഴിക്കേണ്ടി വന്നു. എന്റെ കർത്താവേ, ഞാൻ മനസ്സറിയാത്ത കാര്യം പറയുന്നത് കണ്ടോ? എന്നാലും കഴിച്ചു അല്ലേ സാലി സിസ്റ്ററെ? പിന്നല്ലാതെ കഴിക്കാതെ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ടാലന്റ് ടെസ്റ്റിന് എന്റെ കൊച്ചു പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇവള് മുട്ടായി കഴിച്ചു. എന്റെ കൊച്ചിന് ഭാവവും വന്നില്ല, താളവും പോയി. അവൾക്ക് പാടാൻ പറ്റിയില്ല. അങ്ങനെ എന്റെ കുഞ്ഞിന് സെക്കൻഡായി, ഇവളുടെ കൊച്ചിന് ഫസ്റ്റ്. മേരി സിസ്റ്ററെ, അനാവശ്യം പറയരുത്. അതെ അതെ പാസ്റ്ററെ, എനിക്ക് അത്യാവശ്യമായ ഒരാളെ കാണുവാൻ. എൽദോ, അവിടെ നിൽക്കൂ. പോകാൻ വരട്ടെ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് പിന്നെ പാസ്റ്ററെ, ഞാൻ സെൽഫ് പ്രേയറിന്റെ പണം എടുത്ത് ദുരുപയോഗം ചെയ്തിരിക്കുന്നെന്ന് ഈ സാലി പറഞ്ഞിരിക്കുന്നു. ഷോ, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല പാസ്റ്ററെ. ആരാണ് മേരിയോട് ഈ കാര്യം പറഞ്ഞത്? അത് പിന്നെ സിസ്റ്റർ, ധൈര്യമായി പറഞ്ഞോളൂ. അത് പിന്നെ എൽദോ ബ്രദറാ. എൽദോ, സത്യം പറയണം. എന്തിനിങ്ങനെ അസത്യം പറഞ്ഞുണ്ടാക്കി?
അത് പിന്നെ പാസ്റ്ററെ വെറുതെ ഒരു സന്തോഷവും കൂട്ടായ്മയും. ബ്രദർ എൽദോ, നിങ്ങളുടെ ഈ കുരുട്ട് ബുദ്ധി കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെയും ഈ ആത്മീക സമൂഹത്തെയുമാണ് നശിപ്പിക്കുന്നത്. ഞാൻ ഇനി ഒരാളെ ഇങ്ങോട്ട് വിളിക്കാം. ബ്രദറെ, ഇങ്ങ് കയറി വന്നേ. എൽദോ ബ്രദറെ, ഈ ആളെ അറിയുമോ? അറിയാം പാസ്റ്ററെ, ഈ ആളാണ് കറിയാടെ വീട്ടിൽ ഒരു കല്യാണ ആലോചനയുമായി വന്നത്. ബ്രദറെ, എന്നാൽ കേട്ടോ, അവർ കറിയയുടെ മകന് കല്യാണം ആലോചിച്ചൊന്നും വന്നതല്ല. പിന്നെ നിങ്ങളുടെ മകൻ സജിക്ക് വേണ്ടി വിവാഹ ആലോചനയുമായി വന്നവരായിരുന്നു. അയ്യോ, അതെ, നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം നേരിട്ട് പരീക്ഷിച്ചറിയാനാണ് അവർ ഇവിടെ വന്നത്. എന്നിട്ടെന്താ, നിങ്ങളൊരു അനുഭവ ക്രിസ്ത്യാനിയല്ല, മറിച്ച് അഭിനയ ക്രിസ്ത്യാനിയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്റെ ദൈവമേ, 50 ലക്ഷവും ഒരു കാറുമാണ് സ്ത്രീധനം പറഞ്ഞിരുന്നത്. എന്റെ ബ്രദറെ, ഇനി അതെല്ലാം അങ്ങ് മറന്നേക്കൂ. ബ്രദറെ, മത്തായി 7:2 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ദേ, ആ പറഞ്ഞത് സത്യം. എന്തിനാണ് ഈ സമയത്തൊരു ദൈവവചനം? ഇതൊക്കെയല്ലേ എൽദോ ചായ ഒരു സന്തോഷവും കൂട്ടായ്മയും.